ഗുഡ് മോർണിംഗ് എവ്രി വൺ. അപ്പോൾ ഇന്ന് പാചകമൊന്നും അല്ല കേട്ടോ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാണിച്ചു തരാമാണ്. എനിക്ക് ഭയങ്കര ആയിട്ട് അത് പഠിക്കാൻ ഒരുപാട് സമയമെടുത്തു. എത്ര പേര് എന്നെ പോലെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. എന്നാൽ ആ പഠിച്ച കാര്യം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇത് കെട്ടാൻ കിട്ടാത്ത എത്ര പേരുണ്ട്? ഇത് അതായത് റീസൺ സ്റ്റഡി പ്രകാരം എന്തൊക്കെ കാര്യങ്ങളാണ് ഗൂഗിളിൽ ഒരുപാട് സെർച്ച് ചെയ്ത് എന്ന് നോക്കുന്ന സമയത്ത് വന്നിരിക്കുന്ന ഒരു കാര്യം എന്താ അറിയോ? ഹൗ ടു ടൈ എ ടൈ എന്നുള്ള സംഭവമാണ് അത്ര ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കിയിരിക്കുന്നത്. അപ്പോൾ പ്രോബ്ലംസ് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. അതെങ്ങനെയാണ് ഓരോരുത്തർ അതിനെ പഠിക്കുക എന്നുള്ളതാണല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ എനിക്കറിയുന്ന മാർഗമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ കുട്ടി സ്കൂളിലേക്ക് പോകാൻ റെഡിയായി. പൊതുവെ എന്താണ് പറയുക, എനിക്ക് കിട്ടാത്തത് കൊണ്ട് കണ്ണേട്ടൻ ആ നോട്ടൊക്കെ ഇട്ട് വെച്ചിട്ട് പോവാറാണ് പതിവ്. അപ്പോൾ കിച്ചു എടുത്തിടും, അതിനെങ്ങനെ കറക്റ്റ് ആക്കും. പക്ഷെ ഇപ്പോൾ കണ്ണേട്ടനെ സംബന്ധിച്ചിടത്തോളം ചില സമയങ്ങളിൽ മറന്നിട്ട് പോകുന്ന സമയത്ത് ഞാൻ ശരിക്കും ബുദ്ധിമുട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ പഠിച്ചെടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിക്കാൻ കേട്ടോ. കമോൺ, ലെറ്റ്സ് ഡു ഇറ്റ്. ഇന്ന് വരുന്നു വിചാരിക്കുന്നു. നിങ്ങൾ സ്വയമാണ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടൈന് രണ്ട് ഇതുണ്ട്. വൺ ഇസ് ഈ ചെറിയ എൻഡ്, പിന്നൊന്ന് ലോങ് എൻഡ്. എപ്പോഴും നിങ്ങൾ സ്വയം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ചെറിയ എൻഡ് ലെഫ്റ്റ് ഹാൻഡിൻ്റെ അവിടേക്ക് വരാൻ പോലെ ചെയ്യണം. വേറൊരാൾക്കാണ് ചെയ്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതൊരു വിഷയമല്ല. പക്ഷേ നിങ്ങൾ സ്വയം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ചെറിയ നോട്ട് എപ്പോഴും നിങ്ങളുടെ ലെഫ്റ്റിലേക്ക് വരാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പം ഞാൻ ലെഫ്റ്റിലേക്ക് തന്നെയാണ് ഇടുന്നത്. ആദ്യം കോളർ പൊക്കുക. ഓക്കെ, ഇനി കം ക്ലോസർ. അപ്പോൾ ചെറിയ നോട്ട്, ബിഗ് നോട്ട്. ഓക്കെ, നമ്മൾ മാക്സിമം ഇതിനെ ഓക്കെ ഈ ഒരു ലെവലിലേക്ക്, ഈ ചെറിയ നോട്ട് ഈ വലിയ സംഭവത്തിൻ്റെ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം എത്തി എന്ന് കാണുന്ന സമയത്ത് ബാക്കിൽ കൂടെ അതിനെ വലിക്കുക. ഓക്കെ, ഇനി വരൂ, അടുത്തേക്ക് വരൂ. ഇനി ഇവിടെ ഇങ്ങനെ പിടിച്ചു കേട്ടോ. ഓക്കെ, ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ആദ്യം ഈ വലിയതിനെ ഒരു നോട്ട് ഇട്ടുക. ഓക്കെ, ഒരു നോട്ട് ഇട്ടു. ഒരു നോട്ടല്ല, ഒരു അതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടു. എന്നിട്ട് ഓക്കെ, ഇനി വീണ്ടും ഇതിനെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി ഇട്ടു. അപ്പം എന്തായി? ഇവിടെ ഇങ്ങനെ രണ്ട് സംഭവം നിങ്ങൾക്ക് കിട്ടി. ഇനി നമുക്കിതിനെ കവർ ചെയ്യണം. ഓക്കെ, ഇനി നമുക്കിതിനെ കവർ ചെയ്യണം. ഇതിനെ അടി കൂടെ കൊണ്ടുപോയിട്ട് ഇവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പായിട്ട് വരും. മനസ്സിലായോ? ഇവിടെ കണ്ടു ഒരു ട്രയാങ്കിൾ. അപ്പോൾ ആദ്യം ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ വളരെ പഠിക്കാനുള്ള ഒരു കാര്യമാണ്. നമ്മൾ വീണ്ടും ചെറിയ നോട്ട്, ഓക്കെ, ചെറുത് ഇങ്ങനെ ആക്കി അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഇങ്ങനെ വെച്ചു. ആദ്യത്തെ ചുറ്റ് അടി കൂടെ പോയി എടുത്തു. ഓക്കെ, ആദ്യ ചുറ്റ് വന്നു കേട്ടോ. എന്നിട്ട് അടി കൂടെ കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് ഇട്ടു വീണ്ടും. ഓക്കെ, നമുക്കിവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പോലെ കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വി ആർ കവറിങ് ദിസ്. ഓക്കെ, കവർ ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഈ കൈ ഇവിടെ വയ്ക്കുക. അതായത് ഈ സാധനത്തിനെ ഇങ്ങനെ കൊണ്ടുവന്ന് കൈയിനെ ഉള്ളിലിടുക. എന്നിട്ട് ഈ സാധനത്തിനെ വീണ്ടും അടി കൂടെ കൊണ്ടുപോയിട്ട് ഈ കൈ ഉള്ളിലിട്ടിട്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക. ബേസിക്കലി ആ നോട്ടിനെ കവർ ചെയ്യണം. മനസ്സിലായോ കുട്ടികളെ? നമ്മൾ ആദ്യം ഒരു നോട്ട് ഇതിൽ കൂടി ഇട്ടു, പിന്നെ രണ്ടാമത്തെ നോട്ട് ഇതിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ ഇട്ടു. അപ്പോൾ ട്രയാങ്കിൾ കിട്ടി. ഇനി ഈ പോർഷനെ നമുക്കൊന്ന് കവർ ചെയ്യണം. അതിന് ഈ വലിയ പോർഷനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമുക്ക് എടുക്കണതിന് സൗകര്യത്തിന് ഈ വിരലിനെ ഇവിടെ വയ്ക്കുക. എന്നിട്ട് ഇതേ കൂടെ കൊണ്ടുവന്നിട്ട് ഈ സാധനം വിരലിൻ്റെ ഉള്ളിൽ കൂടെ വരും.
മനസ്സിലായോ? ഇനി താഴത്തെ പോർഷനുണ്ട്, ഈ താഴത്തെ പോർഷനെ നമ്മൾ വലിക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക, വലിക്കുക. ഓക്കെ, താഴത്തെ പോർഷൻ അഡ്ജസ്റ്റ് ചെയ്ത് നീറ്റായിട്ട് വെച്ചാൽ, എന്നിട്ട് നമ്മുടെ കോളർ ശരിയാക്കുക. ഓക്കെ, എന്നിട്ട് എല്ലാ ടൈൻ്റെ ബാക്കിലും ഇങ്ങനെ ഒരു ഇതുണ്ടാവും, അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ചെറുതിനെ ഇടുക. എന്നിട്ട് ആക്കിക്കഴിഞ്ഞാൽ നമ്മൾ നീറ്റായിട്ട് ഒരു ടൈ കെട്ടിയിരിക്കുന്നതായിരിക്കും. ഇത് വലിയ പരിപാടിയൊന്നുമില്ല, പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺഫ്യൂസ് ആകുന്നതാണ് ഈ ടൈ കെട്ടുക എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പറയും, കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു.